എല്ലാവർക്കും cookwithrini ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആപ്പിൾ ഷേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ആപ്പിൾ ഷേക്കൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഒരല്പം കാരമൽ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയൊരു ആപ്പിളാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ ക്യൂബ്സാക്കി മുറിച്ചെടുത്ത് വയ്ക്കാം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വയ്ക്കുന്നത്. പിന്നെ വേണ്ടുന്നത് കുറച്ച് കാരമൽ സിറപ്പാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കാരമൽ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഡാർക്ക് കളറായി പോകരുത്, ഒരു ലൈറ്റ് ഗോൾഡൻ കളറേ ആകാവുള്ളൂ. ഒത്തിരി ഡാർക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഷേക്കിന് ഒരു കയ്പ്പ് വരും. കാരമൽ സിറപ്പ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഞാൻ തന്നെ ഇതിനു മുമ്പ് പല വീഡിയോസിലായിട്ട് കാരമൽ സിറപ്പ് തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാരമൽ റവ പുഡിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ കാരമൽ പുഡിങ്ങിൻ്റെയോ ഏതെങ്കിലും റെസിപ്പി റെഫർ ചെയ്താൽ മതിയാവും. പിന്നെ വേണ്ടുന്നത് 1/2 കപ്പ് പാലാണ്. അപ്പം നല്ല തണുത്ത പാല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അപ്പം നമ്മുടെ ഷേക്കിന് എന്തേരം മധുരം ആവശ്യമാണോ അത്രയും പഞ്ചസാര ചേർക്കുക. ഇത് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ്. ഇനി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ഈ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് കാരമൽ സിറപ്പ്, ആവശ്യത്തിനുള്ള പഞ്ചസാര. കാരമൽ സിറപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു കയ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കാരമൽ സിറപ്പ് കൊണ്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ ആപ്പിൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കാരമൽ സിറപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്കാണിത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.